പടുത കിട്ടിയ ബോഡി ഒരു പറഞ്ഞു. അപകടം വന്നിട്ട് നിങ്ങളെ തലച്ചോറ് ഓപ്പറേഷൻ ചെയ്ത ഇനിയുള്ള ആയുസ് മുഴുവൻ യേശുവിന് വേണ്ടി ജീവിച്ചോണം. ജീവിക്കുമല്ലോ? ജീവിക്കും. കൂടാരാ ഉള്ളേ? എന്ത് ഹസ്ബൻഡ്? ഇങ്ങോട്ട് വാ. നിങ്ങളെ ഞാൻ കണ്ടപ്പോഴേ തൂത് പറയായിരുന്നാ. ഓടി ഇങ്ങോട്ട് വാ. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? മക്കള് എന്നോടെ നീ ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ഒത്തിരി ആരാധിക്കുന്നുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യതയാ, നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല. കർത്താവിനോട് പറയുക, അടുത്ത വർഷം ഈ സമയത്തേക്ക് ദൈവം നിനക്ക് തലമുറയെ തരാൻ പോവാ. കൈയടിച്ച യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ വഴിയില്ലെന്ന് പറയത്തില്ല, വഴിയില്ലെന്ന് പറയത്തില്ല, വഴിയില്ലെന്ന് പറയത്തില്ല. ഇന്ന് രാവിലെ അവന് വഴിയുണ്ട്. ഈ ഭാര്യയും ഭർത്താവും ദൈവത്തിന്റെ മുമ്പിൽ കരയുന്ന ഈ കരച്ചില് ദൈവത്തിന് വിലപ്പെട്ടതാ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഈ കുടുംബത്തിൽ ഇറങ്ങി വരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് നിന്റെ മേലൊരു ശക്തി വ്യാപരിക്കുക. നീ ആള് മാറുമാലേ രണ്ട് കരങ്ങളും അടിച്ച് നീ തീപ്പറയായി ജീസസിനെ പിടിച്ചോ. ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാവിലെ വ്യാപരിക്കുക. സഭയൊന്ന് കൈയടിച്ച് അഭിഷേകത്തിൽ മുന്നോട്ട് മൂവ് ചെയ്യുക. ഈ രാവിലെ വല്ല ദൈവപ്രവൃത്തി ഉണ്ടാകുക. നിങ്ങൾ എന്തോ ചെയ്താലും സുവിശേഷ വേല ചെയ്യണം. ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നോട് കർത്താവ് പറയുക, പിള്ളേരില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമല്ലേ? ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, പല വിളികളും നീ കേട്ടതാ. നീ ഇന്ന് രാവിലെ ദൈവത്തോട് ചോദിച്ച്, കർത്താവ് എന്നെ തൊടത്തില്ലയോ എന്ന് ചോദിച്ച കർത്താവ് എന്നോട് പറയാം, നിനക്ക് വേണ്ടിയാ ഈ യോഗം ദൈവം വെച്ചേ. ഹല്ലേലൂയ. ഗവൺമെന്റ് സ്റ്റാഫ് അല്ലേ? ആണ്. എന്ത് ഓഫീസറാ? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാ. ആ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോഴും യേശുവിന്റെ വേല ചെയ്തോണം. ചെയ്യുമല്ലോ അല്ലേ? അതിനാ നിങ്ങളെ വിളിച്ചേക്കുന്നേ. പിന്നെ മക്കളെ, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു കൊച്ചിനെയും കൊണ്ട് ഇവിടെ വരും. തമ്പുരാന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. ഇന്ന് രാവിലത്തെ ആരാധന ദൈവത്തിന്റെ കരം നിങ്ങളുടെ കുടുംബത്തിന്മേൽ ചലിക്കാൻ പോവാ. എല്ലാ കരങ്ങളും അടിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേന്നൊന്ന് വിളിക്കുക. അടപ്രബലക സണ്ടര ധിയാര. നിനക്ക് ജോലി കിട്ടാൻ പോവാ. എന്നോട് ദൈവം പറയുന്ന രണ്ട് കാര്യം നിനക്ക് നടക്കും. ദൈവം ഇല്ലെന്ന് പറയത്തില്ല. ഇല്ലെന്ന് പറയുമോ? ഇല്ല. ബ്രദറെ, ഇപ്പൊ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ദൈവം നിങ്ങളെ കൊണ്ടിരുത്തിയതാണ്, നിങ്ങളുടെ കഴിവല്ല. ആണോ? അല്ല, ദൈവത്തിന്റെ കരുതലാ. നിങ്ങളുടെ മുമ്പിൽ ഒരു തകർച്ച വന്നതാ. ചത്തുപോകണ്ടായിരുന്നു നിങ്ങള്. ദൈവം നിങ്ങൾക്ക് ആയുസ് തന്നതാ. ദൈവം നിങ്ങൾക്ക് ആയുസ് തന്നതാ. യേശു എന്നോട് പറയുക, നിങ്ങളുടെ മുൻപിൽ ആയുസ് തന്നതാ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാ. സത്യം. ബ്രദറെ, ഞാൻ ശരിക്കും കാണുക, നിങ്ങൾക്കൊരു അപകടം വന്നിട്ട് നിങ്ങളുടെ തലച്ചോറ് ഓപ്പറേഷൻ ചെയ്ത് ഹെഡ് ഇഞ്ചുറി ആയിട്ട് ബ്രെയിനകത്ത് മൊത്തം ബ്ലഡ് ക്ലോട്ട് ആയി. വീട്ടിലെ ചെയർ ഇട്ട് പടുത കിട്ടിയ ബോഡി ഒരു പറഞ്ഞു. കൈയടിച്ച് സ്വത്രം പറ. അഗ്രികൾച്ചർ ഓഫീസറായി സാക്ഷ്യം പറയുന്നത് ഇന്ന് രാവിലെ ദേവാസനെ നമ്മൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? ആണല്ലോ. വീട്ടിൽ മരണപ്പന്തൽ വലിച്ചു കെട്ടി ഈ പുള്ളി ചാടിയപ്പോഴേ എനിക്കറിയാം കർത്താവിന്റെ വലിയ കൊച്ചേ
ഇതൊരു സാക്ഷിയാ മോളെ, ഇതൊരു വിടുതല, ഇതൊരു അത്ഭുത. അന്ന് മരണത്തിൽ നിന്ന് വിടുവിച്ച എന്തിനാണെന്നറിയോ? നീ ദൈവത്തിന്റെ സാക്ഷിയാവാൻ. ദൈവത്തിന് ഇതിൽ കുറച്ചൊരു പദ്ധതിയില്ല. ഇതാ കർത്താവിന്റെ പദ്ധതി. ചത്തുപോയവനെ ഓഫീസറാക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ചത്തുപോയവനെ ദൈവത്തിന്റെ സാക്ഷിയാക്കാം. എന്നോട് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ, ഈ രാവിലെ ആ വീട്ടിലേക്ക് ഒരു ദൈവത്തിന്റെ ശക്തി ഇറങ്ങും. അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൻ ഒരു കാര്യം കാണാൻ കാത്തിരി. ഈ അപ്പൻ എന്തിക്കോസാരി ശരിക്കും അടിക്കത്തില്ല, പക്ഷെ അപ്പനെ പുള്ളി എക്സസൈസ് ചെയ്തില്ല. പക്ഷെ പുള്ളിക്ക് ഇത് അടിക്കാതെ പറ്റത്തില്ല. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മ എന്തോ പ്രാർത്ഥിക്കുന്ന അറിയോ? തമ്പുരാനെ, എൻ്റെ മോൻ ഒരു കുഞ്ഞിനെ കാണണം, എനിക്ക് എൻ്റെ ഭർത്താവിനൊരു മാനസാന്തരം ഉണ്ടാവണം. ഈ രണ്ട് ഞാനൊരു ദൂത് പറയാ, അപ്പൻ എന്നെ കാണാൻ വരും, എലോഹിമി വരും. അപ്പൻ്റെ കുടി ഞങ്ങൾ മാറ്റിയിരിക്കും. അപ്പൻ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയിരിക്കും. അപ്പന് വേണ്ടി ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകും. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് ഇനിയുള്ള ആയുസ് മുഴുവൻ യേശുവിന് വേണ്ടി ജീവിച്ചോണം. ജീവിക്കുമല്ലോ? ജീവിക്കും. നീയോ? നിന്റെ പേര് പറ. മക്കളെ, നിനക്കൊരു ജോലി കിട്ടും, നിനക്കൊരു തലമുറ ഉണ്ടാകും, നിന്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കും. നമ്മുടെ എക്സൈസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ അപ്പൻ ചേട്ടൻ ഇവിടെ വരും, എന്നെ കാണാൻ വരും, കുടി മാറ്റും, വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മൾ ദൈവത്തിന്റെ ആളാകും. ഒരു കുഞ്ഞിനെ കൊണ്ട് ഇവിടെ കയറി സാക്ഷി പറയും. കൈയടിച്ച യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോണിൻ രോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോണിൻ രോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോണിൻ രോജാവേ. ഓ അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം, ഓ അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. നിങ്ങളാ കൈ ഒന്ന് ഉയർത്തി ദൈവത്തിന് രാമി.